മൈവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. 2012 ഡിസംബർ 16 രാത്രിയിലായിരുന്നു നമ്മുടെ സഹോദരി നിർഭയയെ ഒരു കൂട്ടം കാബാലികർ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയത്. ഇത്രത്തോളം ക്രൂരമായ ഒരു പീഡനം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നോളം കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. എനിക്ക് ഇതുപോലെയുള്ള ഒരു സംഭവം എന്നിലേക്ക് ലഭിച്ചിട്ടുമില്ല. കാരണം അത്രത്തോളം വേദനിപ്പിക്കുന്ന, മനസ്സിനെ വല്ലാത്ത രീതിയിൽ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു പീഡനമായിരുന്നു. എൻ്റെ സഹോദരി അനുഭവിച്ച ആ വേദനയ്ക്ക് ഒരിക്കലും ഈ 4 പേരുടെ വധശിക്ഷ അല്ലെങ്കിൽ ഈ 4 പേരെയും തൂക്കിക്കൊന്നത് ഒരിക്കലും അതിന് പകരമാവില്ല. കാരണം എൻ്റെ സഹോദരി അവസാന നിമിഷം വെള്ളം ചോദിച്ച സമയത്ത് ആ പാവത്തിന് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും സാധിച്ചിരുന്നില്ല. കാരണം അങ്ങനെയുള്ള ഒരവസ്ഥയിലായിരുന്നു എൻ്റെ സഹോദരി നമ്മളിൽ നിന്ന് വിട്ടുപോയത്. ആ സഹോദരിയുടെ ഒരു കുടുംബമുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, സഹോദരനുണ്ട്. ആ കുടുംബത്തിന് താങ്ങും തണലുമായി നിന്ന ഒരു നേതാവുണ്ട്. ആ നേതാവിനെ കുറിച്ച് ആ കുടുംബത്തിൻ്റെ കുടുംബനാഥനായിട്ടുള്ള അഥവാ നിർഭയയുടെ അച്ഛനായിട്ടുള്ള ബദ്രിനാഥ് പരിചയപ്പെടുത്തുകയാണ്. ഞങ്ങൾ പ്രതിസന്ധിയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ, വിഷമത്തിൻ്റെ ഏറ്റവും വലിയ അവസാന ഘട്ടത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ അടുക്കൽ ഒരു നേതാവ് വന്നു. അയാൾ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ നൽകി. എൻ്റെ മകനെ അഥവാ നിർഭയയുടെ സഹോദരനെ പഠിപ്പിച്ച് ഒരു പൈലറ്റാക്കി മാറ്റി. ഞങ്ങളുടെ കുടുംബത്തിനെ ഒരു നിലവാരത്തിലേക്ക് എത്തിച്ചു. ഞങ്ങളുടെ കുടുംബം നേരിട്ട എല്ലാ പ്രശ്നങ്ങൾക്കും അദ്ദേഹം അറുതി വരുത്തിച്ചു. അദ്ദേഹം ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായി മാറി. എന്നിട്ട് ഞങ്ങളോട് ആ നേതാവ് പറഞ്ഞു, ഞാൻ ചെയ്തു തന്ന സഹായങ്ങൾ, ഞാൻ നിങ്ങളെ സഹായിച്ചത് നിങ്ങൾ പൊതുജനങ്ങളോട് പറയരുത്. അത് ഞാനും നിങ്ങളുമായി മാത്രം അവസാനിച്ചാൽ മതിയെന്ന് ആ നേതാവ് പറഞ്ഞു. പക്ഷേ നിർഭയയുടെ അച്ഛന് ആ നേതാവിൻ്റെ പേര് പറയാതിരിക്കാൻ സാധിച്ചില്ല. നിർഭയയുടെ അച്ഛൻ ദേശീയ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ നേതാവിൻ്റെ പേര് പറഞ്ഞു. അതെ, ആ നേതാവാണ് ഈ രാജ്യത്തെ ജനങ്ങൾ തോൽപ്പിച്ച, ഇന്ത്യ കണ്ട ഏറ്റവും ശക്തനായ നേതാവ്. ഞങ്ങളുടെ രാഹുൽ ഗാന്ധി ആയിരുന്നു ആ കുടുംബത്തിന് താങ്ങും തണലുമായി നിന്നത്. അതെ, ആ നേതാവ് സ്വന്തം പേര് പൊതുജനങ്ങൾക്കിടയിൽ പറയാൻ പാടില്ല എന്ന് സഹായം നൽകിയതിന് ശേഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നേതാവിൻ്റെ ക്വാളിറ്റി എന്താണ്? ആ നേതാവിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ എന്താണ്? ആ നേതാവിൻ്റെ രാഷ്ട്രീയമല്ലേ യഥാർത്ഥ രാഷ്ട്രീയം? പക്ഷേ ആ മനുഷ്യനെ തിരിച്ചറിയാൻ ഇന്ത്യ രാജ്യത്തെ ഒരു മനുഷ്യനും തയ്യാറായില്ല. ആ പാവം ഫാസിസ്റ്റുകൾക്കെതിരെ തുറന്ന യുദ്ധം പുറപ്പെടുപ്പിച്ചപ്പോൾ അതിനെ ഹൈന്ദവ ജനങ്ങൾക്കെതിരെയാക്കി മാറ്റി ചില ഗുണ്ടകൾ, ചില തീവ്രവാദികൾ, ചില ഭീകരവാദികൾ, ചില രാഷ്ട്രീയ നരഭോജികൾ ആ പാവത്തിനെ ഒന്നുമല്ലാതാക്കി മാറ്റി. ഇന്ന് ആ പാവം നിശബ്ദനാണ്. കാരണം എൻ്റെ രാജ്യത്ത് ഇനി പ്രതികരിച്ചിട്ട് കാര്യമില്ല എന്ന് ആ പാവം മനസ്സിലാക്കി. ആ പാവത്തിൻ്റെ നന്മ നിർഭയയുടെ അച്ഛൻ തുറന്നു പറയുമ്പോൾ ഈ രാജ്യം പൊട്ടിക്കരഞ്ഞു പോയി. ഇങ്ങനെ ഒരു മനുഷ്യനെയായിരുന്നു ഞങ്ങൾ ഒന്നുമല്ലാതാക്കി തീർത്തത്. അവസാനം ബദ്രിനാഥ് പറയുന്നുണ്ട്, അതായത് നിർഭയയുടെ അച്ഛൻ പറയുന്നുണ്ട്, രാഹുൽ ഗാന്ധി ഞങ്ങളോട് പറഞ്ഞു, കേണപേക്ഷിച്ചു എൻ്റെ പേര് പറയരുതെന്ന്. പക്ഷേ അത് ലംഘിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ മഹത്യം നിങ്ങൾ തിരിച്ചറിയണമെന്നുള്ളത് കൊണ്ടാണ്. രാഷ്ട്രീയം ഏതുമായിക്കൊള്ളട്ടെ, പക്ഷേ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയുടെ ഗുണം പറഞ്ഞു തരുന്നത് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ കൊടിയ പീഡനത്തിന് ഇരയായി അവസാനം മരണപ്പെട്ടു പോയ നിർഭയയുടെ അച്ഛനാണ്. അതാണ് പറഞ്ഞത്, ആ നിർഭയയുടെ സഹോദരനെ പൈലറ്റാക്കി മാറ്റി ആ കുടുംബത്തിനെ ഇന്ന് കാണുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയതിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒരുപാട് പങ്കുണ്ട്. ഇനിയെങ്കിലും ആ മനുഷ്യനെ നിങ്ങൾ തിരിച്ചറിയുക. ന്യൂസ് ഡെസ്ക് പബ്ലിക്.
Maiva Silks, Kasargod, Kanyanad, Mangalore.